ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാട്ടോ കാണിക്കുന്നത്. അതായത് ബാക്ക് പ്ലെയിനും ഫ്രണ്ടിൽ പ്ലീറ്റ്സ് ആയിട്ടുള്ള നൈറ്റിയുടെ സ്റ്റിച്ചിങ് പാർട്ടാണെന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി സ്റ്റിച്ചിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഒരു ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മാച്ചായിട്ട് വരുന്ന ഒരു നീല കളറാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു നേവി ബ്ലൂ ആണ്. അതിനെ ഒരു സൈഡ് ഞാൻ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് യോക്കിലെ ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗം നമുക്കിതൊന്ന് വെച്ച് 4 ഇഞ്ച് വീതിയിൽ അടിച്ചു കൊടുത്ത് നമുക്കത് പൈപ്പിംഗ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇനി അതല്ല വേറെ നമുക്ക് പൈപ്പിംഗ് ലേസോ മറ്റോ വെക്കുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിതൊരു 4 ഇഞ്ച് വീതിയിൽ അടിച്ചെടുത്തിട്ട് ഞാനിതൊന്ന് മടക്കി ഒന്ന് വീതി കുറച്ച് നമുക്ക് ഇഷ്ടമുള്ള വീതിയിൽ നമ്മൾക്ക് പൈപ്പിംഗ് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇത്തിരി വീതി കുറച്ചിട്ട് ഒന്നുള്ളിലേക്കായിട്ട് വെച്ച് കൊടുത്തു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളുടെ കഴുത്തിൻ്റെ ഭാഗം ബാക്കിലും ഫിനിഷിങ്ങിലും നിൽക്കുമല്ലോ, നമ്മൾ അടിച്ച് മറിച്ച് കൊടുത്തിട്ട് അതായത് ഒരു ഭാഗം ഈ ക്രോസ് പീസിൻ്റെ അടിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നീറ്റായിട്ട് നിന്നോളും. അതിന് ശേഷം ഇതുപോലെ കണ്ടോ പൈപ്പിംഗ് ചെയ്ത് ഒരു ഭാഗത്തൂടെ നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് 3 പീസായിട്ട് വേണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കാൻ പറ്റൂട്ടാ. സാധാരണ നമ്മൾ 3 പീസ് നൈറ്റിക്ക് കട്ട് ചെയ്യില്ല, അതേപോലെ തന്നെ ഇതിൽ കട്ട് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും അടിച്ചെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാട്ടോ. അപ്പോൾ ഞാൻ ഈ ക്രോസ് പീസ് വെച്ചിട്ടുള്ളത് ഒരു കോട്ടൻ്റെ മെറ്റീരിയലല്ല, മറിച്ച് ഒരു എന്താ പറയുക, ഒരു സാറ്റിൻ ടൈപ്പ് ഒരു മെറ്റീരിയലാട്ടോ. അപ്പോൾ നമ്മളുടെ നൈറ്റികൾക്കൊക്കെ ഒത്തിരി കൂടി ഒരു ഭംഗി വരും. അപ്പോൾ ഞാൻ അത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്തറിയോ, നമ്മളിപ്പോൾ പൈപ്പിംഗ് കൊടുത്തില്ലേ, അതിൻ്റെ മുകളിൽ കൂടി കണ്ടോ, മുകളിൽ കൂടി ഞാനൊന്ന് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് വേണമെങ്കിൽ 2 പ്രാവശ്യം, ഒരു പ്രാവശ്യം കൂടി അരുഭാഗത്ത് കൂടെ ഇതുപോലെ ഈ പൈപ്പിങ്ങിൻ്റെ മുകളിൽ കൂടി വേണമെങ്കിൽ അടിച്ചെടുക്കാം കേട്ടോ. അപ്പോഴും നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കിട്ടും. അതിന് ശേഷം ഞാൻ അതിനെ 2ആയിട്ടൊന്ന് മടക്കിയിട്ട് ആ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം കണ്ടോ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് അതിൽ നിന്ന് കണ്ടോ 2 ഇഞ്ച് വീതം ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ യോക്ക് പാർട്ടിൽ ചെറുതായിട്ട് ഞാനൊരു ഡിസൈൻ കൊടുത്തത് നിങ്ങൾ കണ്ടില്ലേ, അതിൽ നീല പൈപ്പിംഗ് പോലെ അത് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. ഇതുപോലെ 2 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തിട്ട് കണ്ടോ ആ 3 ഇഞ്ചിൽ നിന്ന് ഞാനിതുപോലെ ഒരു ഷേപ്പ് വരച്ചെടുക്കാം കേട്ടോ. ഫ്രീ ഹാൻഡായിട്ട് ഞാനൊരു ഷേപ്പ് വരച്ചെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഇതിൽ വരച്ചെടുക്കാം. ഇനി അതല്ല ഇതേപോലെ ഷേപ്പിൽ നമുക്ക് വേറൊരു പീസിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്ത് നമ്മൾക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ലേസൊക്കെ ഇല്ലേ, വലിയ ലേസ്, അതൊക്കെ വേണമെങ്കിൽ നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റും. അതിനുശേഷം മുകളിൽ പൈപ്പിംഗ് പോലെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പോലെ നമുക്ക് ചെയ്ത് കൊടുത്താൽ ഭംഗിയായിട്ട് വരും. ഇതിപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ചെയ്യുന്നതാട്ടോ. ഇനി ഞാൻ കണ്ടോ അത് മറുഭാഗത്തേക്ക് കൂടി നമ്മൾ വരച്ചത് കറക്റ്റ് അളവിൽ തന്നെ കിട്ടാൻ വേണ്ടി ഇതുപോലെ ഒന്ന് മടക്കി ഒന്ന് അമർത്തി പ്രസ് ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ വീണ്ടും 1 ഇഞ്ച് വീതിയിൽ കണ്ടോ ക്രോസ് പീസ് സെയിം ആ നമ്മൾ പൈപ്പിംഗ് ചെയ്ത കളർ തന്നെ ഒരു നേവി ബ്ലൂ കളറാണ്, അതെടുത്ത് മടക്കി ഒന്ന് അടിച്ച് കൊടുക്കാം കേട്ടോ അതിൻ്റെ ഒരു ഭാഗത്തോടെ കണ്ടോ. അപ്പോൾ നമ്മൾ ആ ജോയിൻ്റ് ചെയ്ത ഭാഗത്തുണ്ടായിരുന്ന എക്സ്ട്രാ പീസ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ വരച്ചു കൊടുത്തില്ലേ ആ ഷേപ്പിൽ കൂടെ ഇത് കറക്റ്റ് അങ്ങനെ വെച്ച് കൊടുക്കുക. ആ ഷേപ്പ് നമ്മൾ വരച്ചത് ആ എൻഡിങ് ഭാഗം നമ്മളുടെ അടിച്ചു കൊടുത്ത ഭാഗം കേട്ടോ. കണ്ടോ ആ ഷേപ്പിനനുസരിച്ച് നമുക്ക് അടിച്ചു വരാം. അവിടെ എത്തുമ്പോൾ കണ്ടോ സൂചീനെ കുത്തി നിർത്തി പതുക്കെ ഒന്ന് പ്രസ് ഫുട്ട് പൊന്തിച്ച് ഈ ക്രോസ് പീസിനെ നമ്മൾ തിരിച്ചു കൊടുക്കാം കേട്ടോ. കൊടുത്തതിന് ശേഷം ആ ഷേപ്പിൽ വീണ്ടും വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾക്ക് ഇതുപോലെ ഏത് ഷേപ്പ് വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഒരു പ്രാവശ്യമല്ല, ഒരിക്കൽ കൂടി, അതായത് നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇതുപോലെ ഷേപ്പ് വരച്ച്, അതായത് ഇതിൻ്റെ താഴെ ഒരു 1 ഇഞ്ച് താഴെയായിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ഈ ഷേപ്പ് വരച്ചിട്ട് വീണ്ടും നമ്മൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഒരു പ്രാവശ്യമാണല്ലോ ഇതേപോലെ ചെയ്തെടുക്കുന്നുള്ളൂ.
അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇതെല്ലാം ഓരോ പ്രാവശ്യം കാണിക്കുന്നതിലൂടെ നിങ്ങൾക്കെല്ലാവർക്കും ഇതിന് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നല്ല ഭംഗിയിലായിട്ട് ഐഡിയ ഉള്ളവർക്ക് അതനുസരിച്ചിട്ടൊക്കെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കുറേ ലേസോ നമ്മൾ കാശ് കൊടുത്ത് കുറേ സാധനങ്ങൾ മേടിച്ച് ഇതിൽ ചെയ്യുന്നതിലും ഫിനിഷിങ്ങിലും ഭംഗിയിലും നമ്മളുടെ ഒരു തൃപ്തിക്കും കൂടി നമ്മളുടെ കസ്റ്റമറിന് ചെയ്തു കൊടുക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ തുടർന്നും ഇപ്പുറത്തെ സൈഡിലും ഫുള്ളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ വീഡിയോ ലെങ്തി ആയി പോകുന്നുള്ളതുകൊണ്ട് തന്നെ കുറേശ്ശെ കാണിക്കുന്നുള്ളൂ. ബാക്കി ഞാൻ ഇതുപോലെ ഓടിച്ചിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാണ് ചെയ്തത്. ഇനി നമ്മളിപ്പോൾ 4 ഇഞ്ച് വീതിയിലാണ് അടിച്ചു പോകുന്നത്. അപ്പം 1 ഇഞ്ച് ക്രോസ് പീസിനെ നമ്മൾ മടക്കി കഴിയുമ്പോൾ 1/2 ഇഞ്ചായി മാറുമല്ലോ. അതിനുശേഷം നമ്മളിത് 4 ഇഞ്ച് വീതിയിലാണ് ഇപ്പോൾ ഇത് അടിച്ചു പോന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ ബാക്കി എക്സ്ട്രാ നിൽക്കുന്ന ഭാഗം നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ എന്നാലാണ് അതിനെ ഇനി നമ്മൾ മടക്കി കഴിയുമ്പോൾ നല്ല നീറ്റായിട്ടും പെർഫെക്റ്റായിട്ടും നിൽക്കുള്ളൂ കേട്ടോ. ഇപ്പോൾ ഞാനത് ഫുള്ള് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി അതിനെ ഇതുപോലെ ഒന്ന് താഴത്തേക്കൊന്ന് മടക്കി താഴത്തേക്കാക്കി ഒന്ന് വിരൽ കൊണ്ടൊന്ന് വലിച്ചു കൊടുത്താൽ കറക്റ്റ് ആ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. കണ്ടോ, അവിടെ എത്തുമ്പോൾ കണ്ടോ സൂചീനെ അവിടെ നമ്മൾ കുത്തി നിർത്തി പ്രസ് ഫോട്ട് പൊന്തിച്ച് തിരിച്ചു കൊടുക്കുക വീണ്ടും. അപ്പോൾ നമ്മൾ താഴ്ത്തി കൊടുത്തതിന് ശേഷം അരുഭാഗത്ത് കൂടെ വേണം കേട്ടോ അടിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഫുള്ളും ഇതുപോലെ തന്നെ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. ഇനി വേണമെങ്കിൽ താഴ്ഭാഗത്ത് ഇപ്പോൾ ഈ യോക്കിൻ്റെ റൗണ്ട് ഭാഗം വരുന്നില്ലേ കർവ് ഷേപ്പിൽ വരുന്നത്, അവിടെ വേണമെങ്കിലും നമുക്കിതുപോലെ പൈപ്പിംഗ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ഷേപ്പ് ഈ ഡിസൈൻ നമുക്ക് കിട്ടി. ഇനി ഞാൻ താഴത്തെ സ്കേർട്ട് പാർട്ടിൽ 3 ഞൊറിയാട്ടോ ഇട്ട് കൊടുക്കുന്നുള്ളൂ. നമ്മൾ സെൻറ്ററിൽ നിന്ന് അകത്തി നമ്മൾ 2 കട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇല്ലേ, അത് കട്ടിങ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സെൻറ്റർ വിട്ട് ആ ബാക്കിയുള്ള നമ്മൾ കട്ട്സ് ഞൊറിടാനുള്ള ഭാഗത്ത് ഇതുപോലെ 3 പ്ലീറ്റ്സ് വീതം കുറച്ച് വീതിയിലായിട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് അടിച്ച് കഴിയുമ്പോൾ കിട്ടും. പിന്നെ എന്താ സെൻറ്റർ ഇത്തിരി വിടുന്നതെന്ന് വെച്ചാൽ നമ്മൾ സെൻറ്റർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് പിടിച്ച് ഒന്നുകൂടി അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് യോക്ക് പീസിൽ ആ സെൻറ്റർ പാർട്ടിൽ ഇതുപോലെ ഒന്ന് കട്ട്സ് ഇട്ടിട്ട് യോക്കിൻ്റെ സെൻറ്ററും നമ്മളുടെ താഴെ സ്കേർട്ട് പാർട്ടിൻ്റെ സെൻറ്റർ ഭാഗവും കൂടി തമ്മിൽ യോജിപ്പിച്ച് അതിനുശേഷം സെൻറ്ററിൽ നിന്നാണ് കേട്ടോ ഞാൻ എന്നും ഇതുപോലെ പ്ലീറ്റ്സ്, അതായത് ഇങ്ങനെ കട്ടിങ് വരുന്ന യോക്ക് നൈറ്റിയൊക്കെ സെൻറ്ററിൽ നിന്നാണ് ഞാൻ അടിച്ചു വരാറുള്ളത്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഒന്ന് പിടിച്ചു കൊടുത്ത് നോക്കിയാൽ കുറച്ച് യോക്ക് ഭാഗം കുറച്ച് നീളക്കൂടലുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു ഞൊറീനെ ഒന്ന് പൊട്ടിച്ചതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് ഉള്ളിലേക്ക് കുറച്ച് വെച്ച് കൊടുക്കുക. വീതി സാധാരണ അതിലിട്ടിട്ടുള്ള വീതി തന്നെ കൊടുത്തിട്ട് പിടിച്ച് നോക്കാം. കണ്ടോ, അപ്പോൾ നമ്മളുടെ അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1/2 ഇഞ്ച് വീതിയിൽ അടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ നൈറ്റിയുടെ ബാക്ക് പാർട്ട് പ്ലെയിൻ ആയതുകൊണ്ട് 1.5 ഇഞ്ചാണ് എക്സ്ട്രാ ആയിട്ട് കൊടുക്കുന്നത്. നമ്മുടെ ലെങ്ത്തിനേലും ടോട്ടൽ ലെങ്ത്തിനേലും 1.5 ഇഞ്ച്. ഇതിൽ യോക്ക് പാർട്ടിൽ നമ്മൾ ഒരു ചേഞ്ചും വരുത്തണ്ട. ഫ്രണ്ട് പാർട്ടിൽ നമ്മളുടെ സ്കേർട്ട് പാർട്ടിൽ 1.5 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുക്കണം കേട്ടോ. സ്കേർട്ട് പാർട്ടിൽ 1.5 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കണം. യോക്ക് പാർട്ടിൽ നമ്മൾ ഒരു ചേഞ്ചും വരുത്തണ്ട കേട്ടോ. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലും കണ്ടോ ഒരു പ്ലീറ്റ്സ് പൊട്ടിച്ച് ഒരു ഞൊറീനെ അഴിച്ച് നമുക്ക് വീണ്ടും ഒന്ന് ചെറുതാക്കേണ്ട കാര്യമുണ്ട്. കാരണം യോക്ക് പാർട്ട് കുറച്ച് നീള കൂടുതലുണ്ട്. അപ്പോൾ അതിന് അഡ്ജസ്റ്റ് ചെയ്തത് ഞാനിവിടെ ഒരു ഞൊറിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞൊറിയിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് കറക്റ്റ് ചെയ്ത് യോക്ക് പാർട്ടും താഴത്തെ സ്കേർട്ട് പാർട്ടിൻ്റെ ഭാഗവും ഒരുമിച്ച് പിടിച്ച് കണ്ടോ നമുക്കത് അടിച്ചെടുക്കാം. അത് സെൻറ്ററിൽ നിന്നാണല്ലോ നമ്മൾ അടിച്ച് തുടങ്ങിയിരുന്നത്. ഇപ്പോൾ നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് അടിച്ച് സെൻറ്ററിലേക്ക് എത്തിക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിനെ 2ആയി മടക്കി ഒരു 9 ഇഞ്ചിൽ ഞാൻ കണ്ടോ സെൻറ്ററിൽ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒരു 9 ഇഞ്ച് വരെ ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം കേട്ടോ.
കണ്ടോ. അപ്പോൾ നമ്മളത് ഒരു 9 ഇഞ്ച് വരെ ഓപ്പൺ ചെയ്തെടുത്തു. ഞാൻ ആ യോക്ക് പീസിൽ മുകളിൽ കൂടി, അതായത് സ്കേർട്ട് പാർട്ട് അടിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് അടിച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം ഒരു 10 ഇഞ്ച് നീളത്തിലും ഒരു 3 ഇഞ്ച് വീതിയിലും ഒരു സെയിം നമ്മളുടെ നൈറ്റി പീസിൽ നിന്ന് തന്നെ ഒരു തുണി കട്ട് ചെയ്തിട്ട് അതിൽ ബാക്കി വന്നില്ലേ അതിൽ നിന്ന് എടുത്തിട്ട് ഇതുപോലെ ഒരു സൈഡ് അടിച്ചെടുത്ത് നമ്മുടെ നൈറ്റി പീസിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വെച്ച് കൊടുക്കുക കേട്ടോ. അത് നല്ല ഭാഗത്ത് തന്നെ വെച്ച് കൊടുത്തതിന് ശേഷം കണ്ടോ ഇതേപോലെ വെച്ച്, ഒപ്പത്തിനല്ല കേട്ടോ, അത് കുറച്ച് കൂടുതൽ വേണം നമ്മളിപ്പോൾ വെക്കുന്നത്. ഇത് അതിനുള്ളിലേക്ക് കണ്ടോ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ആ കഴുത്തിൻ്റെ അവിടെ ഉള്ളിലേക്കായിട്ടൊന്ന് മടക്കി കൊടുത്തൊന്ന് കെട്ടിട്ടെടുക്കുക കേട്ടോ. അതിന് ശേഷം ഇതുപോലെ നിർത്തുമ്പോൾ അപ്പോൾ അത് കവർ ചെയ്ത് വരുമല്ലോ, അതിന് ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുക്കുക കണ്ടോ. അപ്പോൾ നമ്മൾ ആ കട്ട് ചെയ്തിട്ടുള്ള 9 ഇഞ്ചിൽ കട്ട് ചെയ്തില്ലേ, അവിടെ നിന്ന് തൊട്ടാട്ടോ നമ്മളിത് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ഈ മെയിൻ ക്ലോത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മളിപ്പോൾ വെച്ചടിക്കുന്നത് കേട്ടോ. ഇവിടെയാണ് നമ്മൾ ഹുക്ക് കൊളുത്താൻ വേണ്ടിയിട്ടുള്ള ഭാഗം ഇടുന്നത്. അതല്ല ബട്ടനാണ് ചെയ്യുന്നതെങ്കിൽ ഈ പീസിലായിരിക്കും ബട്ടൺ വരിക കേട്ടോ. ഇനി വീണ്ടും ഒരു 13 ഇഞ്ച് നീളത്തിലും ഒരു 3 ഇഞ്ച് വീതിയിലും വീണ്ടും ഇതുപോലെ ഒരു പീസിനെ ഞാൻ ഒരു അരുഭാഗം അടിച്ചെടുത്ത ഭാഗമല്ല, മറ്റേ ഭാഗം ഇതുപോലെ വെച്ച് കണ്ടോ, കഴുത്തിൻ്റെ ഭാഗത്ത് ഒന്ന് 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി വെച്ച് അവിടെ നിന്ന് കെട്ടിട്ടതിന് ശേഷം അടിച്ച് താഴേക്ക് വരാം കേട്ടോ. കണ്ടോ താഴേക്ക് ഇപ്പോൾ നമ്മളുടെ 9 ഇഞ്ചിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. വീണ്ടും നമ്മൾ താഴേക്ക് അതിൻ്റെ സെൻറ്റർ കണക്കാക്കിയതിന് ശേഷം സെൻറ്ററിൽ വേണം ഈ പീസിൻ്റെ ഈ തയ്യൽ അതായത് തുമ്പ് വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ സൈഡിൽ സെൻറ്റർ ഭാഗത്ത് കണ്ടോ കറക്റ്റ് ഞാൻ താഴേക്ക് 9 ഇഞ്ചിൽ നിന്ന് താഴേക്ക് 1 ഇഞ്ച് കൂടെ താഴെ വന്നിട്ടാണ് കേട്ടോ അടിച്ച് കെട്ടിട്ട് അവിടെ നിർത്തിയേക്കുന്നത്. കഴുത്തിൻ്റെ മുകൾ ഭാഗത്ത് ഇതേപോലെ നമ്മളൊന്ന് മറച്ചു കൊടുത്ത് കണ്ടോ അതിനെയും രണ്ടായിട്ട് ഇതേപോലെ ഉള്ളിലേക്കായിട്ടൊന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയോ, മുകളിൽ ഒന്ന് സിഗ്സാഗ് പോലെ ഒന്ന് അടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതല്ലെങ്കിൽ അവിടെ ഒന്ന് തുറന്ന പോലെ നിൽക്കുമല്ലോ, അതല്ലെങ്കിൽ ജസ്റ്റ് ഒരൊറ്റ അടി പഠിച്ചാലും മതി. കണ്ടോ അപ്പോൾ ഞാനിതുപോലെ ഒന്ന് അടിച്ചു. ഇനി അതിനെ ഞാൻ താഴ്ഭാഗത്ത് നമ്മളുടെ അടിപ്പ് വരുന്നില്ലേ അവിടെ വരെ ഇതുപോലെ ഒന്ന് തയ്യൽ തുമ്പൊക്കെ അതിൻ്റെ ഉള്ളിലേക്കാക്കി വെച്ച് കൊടുക്കാം. അതിന് ശേഷം ഇതുപോലെ ഒരു ഭാഗത്തു കൂടെ അടിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ വീണ്ടും താഴെയും ഇതുപോലെ തന്നെ കറക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ക്ലോസ് ചെയ്ത് വെച്ചതിന് ശേഷം അടിക്കരുത്, അപ്പോൾ പിന്നെ നമുക്കിത് തുറക്കാൻ പറ്റില്ലല്ലോ. മറ്റേ പീസ് ഒന്ന് ലെഫ്റ്റ് സൈഡിലെ പീസിനെ ഒന്ന് നീക്കി വെച്ച് കൊടുത്തതിന് ശേഷം വേണം കേട്ടോ അടിച്ചു വരാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ ഇതേപോലെ താഴ്ഭാഗത്ത് ഒന്ന് ഉള്ളിലേക്കായിട്ട് മടക്കി കൊടുത്തു. അവിടെ വേണമെങ്കിൽ അടിഭാഗം വേണമെങ്കിൽ നമുക്ക് കോൺ പോലെ ഒന്ന് മടക്കി കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ നേരെ ഇതേപോലെ ഉള്ളിലേക്കൊന്ന് മടക്കി വെച്ച് കൊടുത്തിട്ടുള്ളൂ. കണ്ടോ നമ്മളിതേപോലെ തിരിച്ചു കൊടുത്ത് നമ്മൾ 9 ഇഞ്ചിൽ കട്ടിട്ടിരുന്ന ഭാഗമല്ലേ അതിൻ്റെ മുകളിൽ വരെ നമ്മളിതേപോലെ അടിച്ചു വരിക കണ്ടോ. ഇനി നമ്മളത് ക്ലോസ് ചെയ്ത് വെക്കണം. അതിന് ശേഷം വേണം കേട്ടോ വന്നതിന് ശേഷം ഇവിടെ നമുക്കിത് കെട്ടിട്ട് എടുക്കാം. അപ്പോൾ നമ്മളുടെ ഫ്രണ്ടിലെ ഓപ്പണിങ് സിബ് അല്ലാതെ ഇതുപോലെ ബട്ടനോ അല്ലെങ്കിൽ ഹുക്കോ ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കുക. ഇതിപ്പോൾ ബാക്കിലത്തെ ഭാഗമല്ലേ പ്ലെയിൻ ആയിട്ടുള്ള ചുരിദാർ കട്ട്, അതിൻ്റെ ബാക്കിൽ നമ്മൾ ആ നെക്കിൻ്റെ ഭാഗം ഫിനിഷ് ചെയ്തെടുത്തു. പിന്നെ നമ്മൾ രണ്ടും ഷോൾഡറൊക്കെ തമ്മിൽ ജോയിൻ്റ് ചെയ്തു. അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാണിക്കണില്ല കേട്ടോ, കാരണം ഇതല്ലാതെ തന്നെ വീഡിയോ വലുതായി പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിതേ ആ സ്ലീവിൻ്റെ ഭാഗം വെച്ചൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. കുഴിച്ച് വെട്ടിയ ഭാഗം ഫ്രണ്ടിലേക്ക് ആക്കിയിട്ട് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് കറക്റ്റ് ഒരേ അളവിലായിട്ട് തന്നെ ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും ഭാഗം ഇതേപോലെ ജോയിൻ്റൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നാൽ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഫ്രണ്ടിൽ യോക്ക് പാർട്ട് ജോയിൻ്റ് ചെയ്തൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ആം ഹോളിൻ്റെ ഭാഗം വലുതായി പോകുന്നു, അങ്ങനെയൊക്കെ കുറേ പേര് പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊന്നും ഒരു പ്രശ്നവും വരില്ല. നമ്മൾ കറക്റ്റ് ഈ അളവുകൾ കണക്കാക്കി ചെയ്ത് കൊടുത്താൽ ഒരു പ്രശ്നവും വരില്ല കേട്ടോ. കറക്റ്റായിട്ട് തന്നെ നമുക്കത് കിട്ടും കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ കൈ രണ്ടും ഇതുപോലെ തന്നെ വെച്ച് എടുത്തു കേട്ടോ. അതിന് ശേഷം
ഇതേപോലെ നമ്മൾ കറക്റ്റ് 1 ഇഞ്ചാണല്ലോ നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുത്തിരുന്നില്ലേ, അതിൽ കൂടെ അടിച്ച് വരിക. അപ്പോൾ നമ്മളിതേ വേസ്റ്റിൻ്റെ ഭാഗത്ത് ഫ്രണ്ടിൽ ബാക്ക് പാർട്ടിൻ്റെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് യോക്ക് ഭാഗം ഫ്രണ്ട് പാർട്ടിൻ്റെ ഭാഗമാട്ടോ ഇത് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇതേ വേസ്റ്റിൻ്റെ ഭാഗം കണ്ടോ, നമ്മൾ ജസ്റ്റ് ഷേപ്പ് ചെയ്ത് കൊടുത്തത് അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പ്ലീറ്റ്സ് ഇട്ട ഭാഗത്തും കണ്ടോ ബാക്ക് ഭാഗവും കറക്റ്റായിട്ട് തന്നെ നമുക്ക് വരുന്നുണ്ട്. അതല്ലാതെ കയറിയിറക്കം അവിടെയും ഒരു പ്രശ്നമൊന്നും നമുക്ക് വരില്ല. അത് കണ്ടോ ബാക്ക് പാർട്ടാണ്, ബാക്ക് പാർട്ട് പ്ലെയിൻ ആണല്ലോ, അതും ഞാൻ തോന്നുന്നു കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പുറത്തെ ഭാഗം ഇത്രത്തോളെങ്കിലും കാണിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിച്ചോളൂ കേട്ടോ. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്തിട്ടോളണേ. താങ്ക് യു.